വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നവർക്കുള്ള ഒരു ഇടമാണ് കന്യാസ്ത്രീ മഠം എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ. കുട്ടികളെല്ലാം എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം വികാരിച്ചൻ എന്നെ വിളിച്ച് നിർത്തിയിട്ട് സിസ്റ്റേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇങ്ങനെയാണ്, ഇവൾ നിങ്ങൾക്കുള്ളതാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടൊരു ജീവിതമായിരുന്നു. ഇങ്ങനൊരു ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. കുടുംബം നോക്കണം, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനൊരു തീരുമാനം എല്ലാവരും ഞെട്ടിച്ചു. കോളേജ് ലൈഫും സ്പിരിച്വൽ ലൈഫൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ? എൻ്റെ പുറകെ നടന്ന കരച്ചിലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒട്ടും പോലും അവരുടെ കരച്ചിലോ ഒന്നും എൻ്റെ തീരുമാനത്തെ ഒട്ടും ബാധിച്ചില്ല. ഞാൻ ഉടുപ്പിടുന്നത് വരെ എനിക്ക് പലതവണ തോന്നി ഇതെനിക്ക് പറ്റുന്നതല്ല. പിന്നെ എപ്പോഴും എനിക്ക് മിസ് ചെയ്തിരുന്ന എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ലൈഫാണ്. എക്സ്പീരിയൻസുകളുടെ ഒരു കലവറ തന്നെ എനിക്ക് നാഗാലാൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെക്കാളും ഒത്തിരി പാവങ്ങളാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമകളാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നത് എനിക്ക് മനസ്സിലായി. ഗുഡ്നസ് ടിവിയുടെ ചോസൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയിൽ നിന്നിറങ്ങി വന്ന മോശയെ പോലെ ദൈവത്തിൻ്റെ ആ ഒരു പവർ നമ്മിലേക്ക് എത്തിക്കുവാൻ ജീവിതം സമർപ്പിച്ച ഈശോയുടെ ഒരു പവർഫുൾ മണവാട്ടിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഡോക്ടർ സിസ്റ്റർ റോസ്മി പാലമറ്റം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എങ്ങനെയാണ് സിസ്റ്റർ ആവാനുള്ള ഒരു മോഹം മനസ്സിലുദിച്ചത്? സിസ്റ്ററാകാൻ എനിക്ക് കുഞ്ഞിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിശ്വാസം എപ്പോഴും എനിക്ക് പറ്റുന്ന പ്രാപ്യമായിട്ടുള്ള ഒരു ജീവിതമല്ല എന്നായിരുന്നു എപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ജീവിതം ഞാൻ അകലെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ജീവിതം എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് കാരണം ഒരു വിശുദ്ധമായ ജീവിതം എന്നെ നഴ്സറി പഠിപ്പിച്ച ഒരു സിസ്റ്റർ CMCയിലെ സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ സ്പെരാൻസ. അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്ന ഒരു വിശുദ്ധ കൊച്ചു ത്രേസ്യയായിരുന്നു. പിന്നെ ജോവാൻ ഓഫ് ആർക്ക്, അങ്ങനെ അതൊക്കെ പിന്നീട് മനസ്സിലാക്കിയ വിശുദ്ധരാണ്. അപ്പം വിശുദ്ധ കൊച്ചു ത്രേസ്യ ഒരു സിസ്റ്ററായിരുന്നു. അപ്പോൾ വളരെ വിശുദ്ധമായൊരു ജീവിതം നയിച്ച ഒരു വിശുദ്ധ സിസ്റ്റർ. അപ്പം വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നവർക്കുള്ള ഒരു ഇടമാണ് കന്യാസ്ത്രീ മഠം എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ. അപ്പോൾ എനിക്കൊന്നും ഒരിക്കലും എത്തിച്ചേരാനേ പറ്റില്ലാത്ത ഒരു ജീവിതം ആണ് എന്ന ഒരു വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെ വീട്ടുകാരും പറയുമായിരുന്നു, എൻ്റെ അനിയത്തി സിസ്റ്റർ ആകാൻ പോകുമെന്ന് പറയുമായിരുന്നു. ഞാനൊരിക്കലും അങ്ങനെ പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാനും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴോ ഒരാഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടില്ല. ഞാനൊരു സിസ്റ്റേഴ്സിനോടും അധികം ഞാൻ പൊതുവേ അധികം സംസാരിക്കാത്ത ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. പക്ഷെ എന്നും പള്ളിയിൽ പോകുമായിരുന്നു, പറ്റുമ്പോഴെല്ലാം പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോകാൻ എപ്പോഴും ഇഷ്ടമായിരുന്നു. പിന്നെ ഈശോയുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബന്ധമുണ്ടായിരുന്നു. എങ്കിലും അതിങ്ങനെ ഒരു വിശുദ്ധമായ ജീവിതം, ഇതുപോലൊരു ജീവിതം ഉള്ളിൽ കണ്ടുകൊണ്ടുള്ളതായിരുന്നില്ല. ഒരു പക്ഷേ കുഞ്ഞുനാളിലെ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഉള്ളിൽ നാട്ടിത്തന്ന ഒരു വിശ്വാസത്തിൻ്റെ ദീപം എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ അമ്മ എന്നെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുമായിരുന്നു. നന്മ നിറഞ്ഞ മറിയും എല്ലാം ചെല്ലാൻ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഓർമ്മ വെച്ച് വരുന്നൊരു കാലം, അതൊരു 3 വയസ്സായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഓർമ്മയൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ എപ്പോഴും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം എൻ്റെ വീട്ടിലെപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആകെ അറിയാവുന്നൊരു വിശുദ്ധ കൊച്ചു ത്രേസ്യയായിരുന്നു. പിന്നീട് കാറ്റഗിസമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ജോവാൻ ഓഫ് ആർക്കിനെ കുറിച്ചും അങ്ങനെ കുറച്ച് വിശുദ്ധരെക്കുറിച്ചും അൽഫോൻസാമ്മയെക്കുറിച്ചൊക്കെ അറിയാൻ ഇടയായത് തന്നെ. എനിക്ക് ആകെ അറിയാവുന്നൊരു മഠം കർമ്മല മഠമായിരുന്നു, CMC മഠം. എൻ്റെ ഇടവകയിലെ മഠം അതായിരുന്നു. എനിക്ക് ആകെ അറിയാവുന്ന സിസ്റ്റേഴ്സും അവരായിരുന്നു. പക്ഷേ ഒരിക്കലും ഞാൻ മഠത്തിൽ ചേരുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് MSC മഠത്തിൽ നിന്നും 2 സിസ്റ്റേഴ്സ് ഒരിക്കൽ ഞങ്ങളുടെ ഇടവകയിൽ വന്നു, ഞങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പം അന്നത്തെ എൻ്റെ വികാരിയച്ഛൻ, ഞാൻ അന്ന് 9ൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അന്നത്തെ എൻ്റെ വികാരിയച്ഛൻ എല്ലാവരും കുട്ടികളെല്ലാം എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം വികാരിയച്ഛൻ എന്നെ വിളിച്ച് നിർത്തിയിട്ട് സിസ്റ്റേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇങ്ങനെയാണ്, ഇവൾ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഒരിക്കലും അച്ഛനോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു സിസ്റ്റർ ആവണം, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ അതൊരിക്കലും എനിക്ക് പറ്റുന്ന കാര്യമാണെന്ന് വിചാരിച്ചിട്ടില്ല. മഠത്തിൽ ചേരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. അത് ഒരു പക്ഷേ ഒരു പ്രവചനം പോലെ ആയിരിക്കാം എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ആരും വിചാരിച്ചിട്ടില്ല, എൻ്റെ വീട്ടിലുള്ളവരോ ആരും സിസ്റ്റേഴ്സ് പോലും, എൻ്റെ ഇടവകയിലെ സിസ്റ്റേഴ്സ് പോലും ഒരിക്കലും എൻ്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഇവള് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ സിസ്റ്റർ എൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു, എന്നോട് സംസാരിക്കുമായിരുന്നു, എഴുതുമായിരുന്നു. അന്ന് ഈ മൊബൈൽ ഫോൺ അത്ര കോമൺ ആയിട്ടില്ല, 10-20 കൊല്ലം മുമ്പ്, 10-25 കൊല്ലം മുമ്പത്തെ കാര്യം. അപ്പം എഴുതുമായിരുന്നു. പക്ഷെ ഞാൻ ഒന്നിനോടും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ പോകണമെന്ന ആഗ്രഹം, ചേരുമെന്നൊരു വിചാരം എനിക്കില്ലായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് 10ൽ അവധിയുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് ഒരു അവധി ഉണ്ടായിരുന്നു. അന്ന് നമുക്കുണ്ടല്ലോ, അന്ന് വൊക്കേഷൻ ക്യാമ്പിന് വേണ്ടിയിട്ട് സിസ്റ്ററിനെ വിളിച്ചു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു ഒരുപാട് പേരെ കാണാം, എന്താണ് ഉള്ളിൽ എന്താണെന്ന് അറിയാം എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ആക്ച്വലി ഞാൻ വൊക്കേഷൻ ക്യാമ്പിന് പോയത്. ഇവിടെ വെച്ചായിരുന്നു വൊക്കേഷൻ ക്യാമ്പ്, ഈ മഠത്തിൽ പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ചായിരുന്നു. അപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു അന്ന്, ഒത്തിരി കുട്ടികൾ, ഒത്തിരി പേരും ഇങ്ങനെ സിസ്റ്റർ ആവണം എന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ളവർ, ഒരുപാട് കാലം കൊണ്ട് കൊതിച്ച് മടത്തി വന്നേക്കുന്നവർ. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ടൈപ്പല്ല. ഞാൻ ഇങ്ങനെ ഒന്ന് കാണാൻ, എങ്ങനെയാണ് ഇതിൻ്റെ അകമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷ കൊണ്ട് വന്നതാണ്. അപ്പം വന്നു. എല്ലാ ദിവസവും ഞങ്ങൾക്ക് പല ക്ലാസ്സുകളുണ്ടായിരുന്നു, പല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആകെ ഓർമ്മയുള്ളത് ദിവ്യകാരുണ്യ ആരാധനയാണ്. വൈകിട്ട് 6:30 മുതൽ 7:30 വരെയും ദിവ്യകാരുണ്യ ആരാധന, ഈശോ ദിവ്യകാരുണ്യം തുറന്നു വെച്ചുള്ള ആരാധന ഉണ്ടായിരുന്നു. ആ ഒരു സമയം മാത്രമേ എനിക്ക് വെക്കേഷൻ ക്യാമ്പിൻ്റെ ഓർമ്മയുള്ളൂ. കാരണം ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീ കത്തുന്ന പോലൊരു എക്സ്പീരിയൻസാണ് എനിക്കുണ്ടായത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ത്രൂ ഔട്ട് ആ ഒരു മണിക്കൂർ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ തുരുതുരാ വെള്ളം, എല്ലാ ദിവസവും ഒരു 3-4 ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ എനിക്ക് വിഷമം കൊണ്ടല്ല, എനിക്കൊരു വിഷമമൊന്നുമില്ല പ്രത്യേകിച്ച്, പക്ഷേ ധാരയായിട്ട് ഇങ്ങനെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ജ്വലനം പോലെ എനിക്ക് തോന്നാറുണ്ട്. ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പതിവ് പോലെ ഞാൻ സാധാരണ പോലെയായി. അപ്പം ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴും എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ സിസ്റ്റേഴ്സിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളുടെ വികാരിച്ചൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവൾ നിങ്ങൾക്കുള്ളതാണെന്ന്. അപ്പം അവരുടെ വിചാരം ഞാൻ മടത്തി ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെ ആയിരുന്നു. പിന്നെ 10ൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാൻ വൊക്കേഷൻ ക്യാമ്പിന് വരണ്ടാന്ന് വിചാരിച്ചാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നി, ഞാൻ സിസ്റ്ററിനെ വിളിച്ചു, വരണമെന്ന് തോന്നി. സിസ്റ്ററിനെ വിളിച്ചു. സിസ്റ്റർ ഞാൻ മടത്തി വന്നതിനെ വേറൊരു സിസ്റ്റർ വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വൊക്കേഷൻ ക്യാമ്പ് പഴയ പോലെ തന്നെ തലേ പ്രാവശ്യം വന്നപ്പോഴുള്ള അതേ അനുഭവം. ആരാധനയുടെ സമയത്ത് ഇതുപോലെ എൻ്റെ ഉള്ളിലൊരു ജ്വലനം. അത് മാത്രമാണ് എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഉള്ളിലൊരു വിളിയുണ്ടെന്ന് പോലും എനിക്ക് തിരിച്ചറിയാനുള്ള പക്വതയോ പ്രായമോ അന്ന് എനിക്കില്ല, ആയിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ഞാൻ വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഒരുപാട് പഠിക്കണം, നന്നായിട്ട് പഠിക്കുമായിരുന്നു, ഒരു പഠിപ്പിയായിരുന്നു. അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ കസിൻസും എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നെ ഒത്തിരി പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് എൻ്റെ ചിന്ത മുഴുവനും. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടൊരു ജീവിതമായിരുന്നു. ഇങ്ങനൊരു ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷേ 10 കഴിഞ്ഞ് ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാവരോടും പറഞ്ഞു എനിക്ക് മടത്തി ചേരണമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അപ്പോൾ വീട്ടിലെല്ലാവരും, എൻ്റെ അപ്പനൊഴികെ വീട്ടിലെല്ലാവരും, എൻ്റെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അനിയനും കൂടാതെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ അപ്പൻ്റെ ചേട്ടനും വല്യപ്പച്ചനും വല്യമ്മച്ചിയും മക്കളും, തറവാട്. ഞങ്ങൾ തൊട്ടടുത്തടുത്ത് വീടാണ്. ഞങ്ങളൊരു കുടുംബം പോലെയാണ്. അപ്പം എൻ്റെ അപ്പനോട് ഉള്ള അതേ സ്നേഹം എൻ്റെ വല്യപ്പച്ചനോടും, അമ്മയോടുള്ള അതേ സ്നേഹം വല്യമ്മച്ചിയോടും, ചേട്ടന്മാരും ചേച്ചിയാണുള്ളത്. അപ്പം അവരെല്ലാവരും എതിർത്തു. ആദ്യം അവർ തമാശയാണെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് ഞാനത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് കണ്ടപ്പോൾ എല്ലാവരും എതിർത്തു. പക്ഷേ എനിക്ക് ഉറപ്പായി എന്നെ വിടില്ലാന്ന്. ആദ്യം എന്നെ സന്തോഷത്തോടെ മഠത്തിലേക്ക് ക്യാമ്പിന് പറഞ്ഞയച്ചവരായിരുന്നില്ല എനിക്ക് മഠത്തിൽ ചേരണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പം എനിക്കൊരു നിവൃത്തിയില്ലാതെ ഒരു ഹങ്കർ സ്ട്രൈക്ക് നടത്തി. ഒരു ദിവസം മുഴുവൻ ഒരു ജലപാനം കഴിക്കാതെ എനിക്ക് മടത്തി ചേരാൻ സമ്മതിച്ചാലേ ഞാൻ എന്തെങ്കിലും കഴിക്കാം. അന്ന് എനിക്ക് പനിയും ഉണ്ടായിരുന്നു, മരുന്നോ ഒന്നും കഴിക്കാതെ ഞാൻ കിടന്നു. അതെന്തുകൊണ്ടാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകും. അന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. അത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. കാരണം ഒരിക്കലും ആരും വിചാരിക്കാത്തൊരു വ്യക്തി ഈശോയെക്കുറിച്ച് എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുമെന്നല്ലാതെ ഈശോയെക്കുറിച്ച് ഒരുപാട് വായിക്കുകയോ വിശുദ്ധരെക്കുറിച്ച് അറിയുകയോ ചെയ്യാത്ത അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലാതെ ജീവിക്കുന്ന എന്നെപ്പോലെ ഉള്ള ഒരു വ്യക്തിക്ക് അത്രയും മനസ്സിലാവുകയുള്ളൂ. കാരണം എൻ്റെ ചിന്ത മുഴുവൻ മറ്റു പല കാര്യങ്ങളിലായിരുന്നു. കുടുംബം നോക്കണം, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനൊരു തീരുമാനം എല്ലാവരും ഞെട്ടിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്.
അപ്പം അന്ന് അമ്മയും അപ്പനും ദേഷ്യപ്പെടാണോ ചെയ്തത്, അതോ അവർക്ക് അവർക്ക് അപ്പന് കുഴപ്പമില്ല, എൻ്റെ അപ്പന് സന്തോഷമായിരുന്നു. പക്ഷെ കാരണം ഞാൻ അപ്പന് കുറച്ചും കൂടിയും സുവിശേഷം ഒക്കെ ഒരു പ്രചാരകൻ പോലെയൊക്കെയാണ്. അപ്പം അപ്പനത് സന്തോഷമായിരുന്നു, എന്നാലും വിഷമമുണ്ടായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ മൂത്ത മകളാണ്. അപ്പം എന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ വീട്ടിലുള്ളവർക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പഠിപ്പിക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പം ഒരു ഞെട്ടലായിരുന്നെങ്കിലും അപ്പനത് കേട്ടപ്പോൾ ഒരു ചെറിയ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാവരും, എൻ്റെ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും എന്നെ എതിർത്തു. എൻ്റെ അമ്മ എൻ്റെ പുറകെ നടന്ന കരച്ചിലായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും, എൻ്റെ മനസ്സിൽ ഒട്ടും പോലും അവരുടെ കരച്ചിലോ ഒന്നും എൻ്റെ തീരുമാനത്തെ ഒട്ടും ബാധിച്ചില്ല. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് അന്ന് ഞാൻ നിന്നു. പക്ഷേ മടത്തി വരുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. ചേരുന്നതിന് മുമ്പ് പല പരീക്ഷണങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. കാരണം എനിക്കൊന്നും മടത്തിൽ കിട്ടാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് പറ്റിയ ജീവിതമല്ല. എനിക്കങ്ങനെ തോന്നി. കാരണം എത്തിക്കഴിഞ്ഞപ്പോൾ, കാരണം കുറച്ചും കൂടിയും ഒരു ചിട്ടയുള്ള ജീവിതമാണ്. നമ്മൾ വീട്ടിൽ അങ്ങനെ ഇഷ്ടം പോലെയൊക്കെ ജീവിച്ച് ആണല്ലോ. അപ്പം കുറച്ചും കൂടി ചിട്ടയുള്ള ജീവിതമാണ്. പക്ഷെ ഒരേ ഒരു കാര്യം, ദിവ്യകാരുണ്യ ആരാധനയും രാവിലത്തെ വിശുദ്ധ കുർബാനയും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്നെ ഇവിടെ അട്രാക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അതിനപ്പുറം എനിക്കൊന്നും ഒരു ആകർഷണമായിട്ട് തോന്നിയില്ല. എനിക്ക് പറ്റിയൊരു ജീവിതമല്ല, ഇത്രയും കൃത്യനിഷ്ഠയോടുള്ള ജീവിതം എനിക്ക് സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ മടത്തി വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കാക്കനാട് കുസുമഗിരി ഹോസ്പിറ്റൽ നമുക്കുണ്ട്, ഒരു മെൻ്റൽ ഹെൽത്ത് സെൻ്ററുണ്ട്. അപ്പം അവിടെ ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ അവിടെ പല രോഗികളെയും കാണാനും, അപ്പോൾ അവർക്ക് സിസ്റ്റേഴ്സ് ചെയ്യുന്ന ശുശ്രൂഷ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആകർഷണമായി. അതിനിടയ്ക്ക് ഞങ്ങളുടെ സ്ഥാപക പിതാവിനെ കുറിച്ച് പഠിച്ചു. പഞ്ഞിക്കാരനച്ഛൻ ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനെ കുറിച്ച് പഠിച്ചു. അപ്പം അച്ഛൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ മഹാനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അച്ഛൻ ഏറ്റവും താഴെ ഇപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ്. നമ്മൾ അച്ഛൻ്റെ ചരിത്രം പഠിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലാത്ത ഒരു ജീവിത സാഹചര്യമായിരുന്നു അച്ഛൻ വൈദികനായ ആ സമയത്ത്. കാരണം തീരെ പാവപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, അവർക്ക് വൈദ്യസഹായമോ ഒരു സഹായവും ഒരു തരത്തിലുമുള്ള ഒരു ഉന്നതിയും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടാക്കാമായിരുന്ന എല്ലാ അച്ചീവ് ചെയ്യാമായിരുന്ന ഒരുപാട് കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ച് ഏറ്റവും താഴെക്കിടയിൽ ഉള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണ്. അപ്പം ഒരു പാവപ്പെട്ട ദളിതരായിട്ടുള്ളവർ, അന്ന് തൊട്ടു തീണ്ടായ്മയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം താഴെക്കിടയിലുള്ളവർക്ക് ഒരു വൈദ്യസഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ധാരണമോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ് അച്ഛൻ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തു. ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി പല സംരംഭങ്ങൾ ആരംഭിച്ചെങ്കിലും ഏറ്റവും അച്ഛന് എഫക്റ്റീവായിട്ട് തോന്നിയത് ഹോസ്പിറ്റൽ മിനിസ്ട്രി ആയിരുന്നു. ഒരു ആശുപത്രി പാവങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ചു. അപ്പം അങ്ങനെയുള്ള കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ഈ ആശുപത്രിയിലും പോയി കണ്ട് സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനങ്ങൾ കണ്ടപ്പോൾ എനിക്കത് വളരെ ആകർഷണമായിട്ട് തോന്നി. കാരണം ഇത് സാധാരണക്കാർക്ക് പറ്റുന്നതല്ല. ഞാനൊരു സാധാരണ വ്യക്തിയായിട്ടിരുന്നു കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഇല്ല, ഞാൻ ഈ ജീവിതത്തിൽ തന്നെ തുടരും എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഉടുപ്പിടുന്നത് വരെ എനിക്ക് പലതവണ തോന്നി ഇതെനിക്ക് പറ്റുന്നതല്ല എന്ന് തോന്നിയെങ്കിലും അതിനുശേഷം പിന്നെ ഒരിക്കലും ഈ ഒരു ജീവിതം തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. കാരണം അത്രയേറെ ആത്മസംതൃപ്തിയോടെ എനിക്ക് പറയാൻ കഴിയും, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, ഈശോയാണ് എന്നെ ഈ നാൾ വരെ നയിച്ചിട്ടുള്ളതെന്ന് എൻ്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. എന്നിട്ട് സിസ്റ്ററിന്റെ അനിയത്തി സിസ്റ്റർ ആവാൻ പോയോ? എൻ്റെ പ്രതീക്ഷ സിസ്റ്ററിന്റെ അനിയത്തിയിലായിരുന്നു. എൻ്റെ അനിയത്തി ഞാൻ ഉടുപ്പിടുന്നതിന് തൊട്ടുമ്പോൾ നോവിഷീറ്റ് എന്ന് പറയും, നോവിഷീറ്റിൻ്റെ 2ാം വർഷം ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ അനിയത്തി മടത്തി വന്നു. പക്ഷേ അവൾ നിന്നില്ല. അവൾ 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ അവളെ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോവുക ചെയ്തു. അവളിപ്പം വിവാഹിതയാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പം എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അവൾ വന്നെങ്കിലും അത് സാധിച്ചില്ല. പക്ഷേ വീട്ടുകാർ, ഞാൻ പറഞ്ഞില്ല, എന്നെ സമ്മതിച്ചിട്ടില്ല. ഞാൻ കുറച്ച് സ്ട്രോങ് ആയി നിന്നത് കൊണ്ടാണ് എനിക്ക് ആ അനുവാദം കിട്ടിയത്. പക്ഷേ അവൾ അത്രയും സ്ട്രോങ് ആയിരുന്നില്ല ഈ ഒരു തീരുമാനത്തിൽ. പക്ഷെ ഇന്ന് അവൾ സന്തോഷവതിയായ ഒരു അമ്മയായും ഭാര്യയായിട്ടും ജീവിക്കുന്നു. സിസ്റ്ററിന്റെ സ്കൂൾ ലൈഫിൽ എങ്ങനെയായിരുന്നു ഈ ഒരു സിസ്റ്റർ ആവാനുള്ള ദൈവാനുഭവങ്ങളോ അടയാളങ്ങളോ എപ്പോഴെങ്കിലും
തോന്നിയിട്ടുണ്ടോ ഉള്ളിൽ നിന്ന്? ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് പള്ളിയുടെ സ്കൂളിലാണ്. പിന്നെ ഒരു ഹിന്ദു മാനേജ്മെൻറ്റിലുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. കാറ്റഗിസ്റ്റിനെ കാണും, സിസ്റ്റേഴ്സിനെ കാണും, സിസ്റ്റേഴ്സ് വീട്ടിൽ വരും എന്നല്ലാതെ എനിക്ക് സിസ്റ്റേഴ്സായിട്ട് അധികം പരിചയമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു ഞാൻ പറഞ്ഞില്ല, വൊക്കേഷൻ ക്യാമ്പിന് വന്ന ഈ ഒരു സാഹചര്യമാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിളി ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഡോക്ടർ സിസ്റ്റർ റോസ്മി പാലമറ്റം. സോ സിസ്റ്ററായി കഴിഞ്ഞിട്ട് MBBS പഠിക്കാൻ പോയി. അത് ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് മടത്തി ചേർന്നതാണ്. ഡോക്ടർ സിസ്റ്റർ റോസ്മി പാലമറ്റം. അപ്പോൾ സിസ്റ്റർ ആയതിനു ശേഷമാണോ ഡോക്ടർ ആവാൻ പഠിച്ചത് സിസ്റ്റർ? അതെ. അപ്പോൾ അത് അപ്പം വന്നൊരു ആഗ്രഹമായിരുന്നോ? ഞാൻ 10 കഴിഞ്ഞ് മടത്തി ചേർന്നതാണ്. അപ്പം 10 കഴിഞ്ഞ് ഞാൻ മടത്തി ചേർന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് +1 +2 പഠിച്ച് സിസ്റ്റർ ആയതിനു ശേഷം എന്നോട് ഒരു ചോദിച്ചു, മദർ ചോദിച്ചു, അന്നത്തെ പ്രൊവിൻഷ്യൽ ചോദിച്ചിരുന്നു ഏത് ഫീൽഡാണ് ഇയാൾക്ക് താല്പര്യമെന്ന്. അപ്പം എനിക്ക് നഴ്സിംഗ് അല്ലെങ്കിൽ BSW, അത് ഞാൻ കൊച്ചിലെ മുതൽ തീരുമാനിച്ച് വെച്ചിരുന്നതാണ്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നാണ് അറിയില്ലാതിരുന്നത്. അപ്പം സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഹീലിംഗ് മിനിസ്ട്രി, അതാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം. അപ്പം മദർ ഇങ്ങനെ പറഞ്ഞു, ഇയാളെ ഹോമിയോ മെഡിസിന് വിടുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പം അന്ന് ചെറുപ്പം മുതലേ എൻ്റെ അമ്മ എന്നെയും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും തന്നെ ഒരു ചെറിയ പനി വന്നാലും തൊട്ടടുത്തൊരു ഹോമിയോ ഡോക്ടർ ഉണ്ട്, അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു സിസ്റ്റർ, സീനിയർ സിസ്റ്ററിൻ്റെ സിസ്റ്റർ ഷെറിൻ, സിസ്റ്ററിനെ കുറിച്ചും ഒരുപാട് ഉള്ളതുകൊണ്ട് എനിക്കിത് വളരെ നല്ലൊരു പ്രൊഫഷനായിട്ട് തോന്നി. കാരണം സിസ്റ്റർ ഒരുപാട് സുവിശേഷവൽക്കരണവും വചനം പകർന്നു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈശോയെ പകർന്നു കൊടുക്കുന്നു. വളരെ നല്ലൊരു സർവീസാണ് സിസ്റ്റർ ചെയ്യുന്നത്. അപ്പം എനിക്കത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു റെഡിയാണ്. അങ്ങനെയാണ് ഞാൻ BHMSന് മംഗലാപുരം ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ 5.5 വർഷത്തെ കോഴ്സാണ്, അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ നിത്യവ്രതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിൽ ഒരു 1.5 വർഷം അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ നോർത്ത് ഈസ്റ്റിനാണ് പോയത്. ഞാൻ എന്നെ സുപ്പീരിയേഴ്സ് അയച്ചത് എനിക്ക് അങ്ങനെ മിഷൻ സ്ഥലങ്ങളിലോടും മിഷൻ സ്റ്റേഷൻസിനോടും ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ അന്നത്തെ പ്രൊവിൻഷ്യൽ എന്നെ നോർത്ത് ഈസ്റ്റിലേക്കാണ് അപ്പോയിൻ്റ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ശുശ്രൂഷ, എൻ്റെ ഒരു എന്താ പറയുക, ഒരു മിനിസ്ട്രി ലൈഫ് ആരംഭിക്കുന്നത്. സോ കോളേജ് ലൈഫും സ്പിരിച്വൽ ലൈഫൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ? എൻ്റെ കോളേജ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ചാപ്പൽ ഞങ്ങൾക്കുണ്ട് കോളേജിൽ. അപ്പം ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു ആ ചാപ്പൽ. അപ്പം എനിക്കങ്ങനെ സ്പിരിച്വൽ ലൈഫ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എൻ്റെ ഒരു ആകർഷണം ആ ദിവ്യകാരുണ്യത്തിൽ ഈശോയിലേക്കായിരുന്നു. അപ്പം എനിക്ക് പറ്റുന്ന സമയം മുഴുവനും ചാപ്പലിൽ ഈശോയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതൊരു സ്ട്രഗിളായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എപ്പോഴും എനിക്ക് മിസ് ചെയ്തിരുന്ന എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ലൈഫാണ്. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഹോസ്റ്റലിലാണ്, അവിടെയും സിസ്റ്റേഴ്സ് തന്നെയുള്ള ഒരു ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പം എങ്കിലും എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ദിവ്യകാരുണ്യം എപ്പോഴും ഒരു ആകർഷണമായിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കോളേജിലെ അടിച്ചുപൊളികളൊക്കെ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സൊക്കെ ആയാലും കറങ്ങാൻ പോക്കും, അതൊക്കെ മിസ് ചെയ്യില്ലേ? ഇല്ല, അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിച്ചുകൊണ്ട് സ്പിരിച്വൽ ലൈഫ് നയിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈശോയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലൈഫ് വേണമെങ്കിലും. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം, അവരുടെ കൂടെ എല്ലാ കറങ്ങാൻ പോകും, എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. കാരണം പലയിടത്തും ഞങ്ങൾക്ക് ഔട്ട്സൈഡ് പോസ്റ്റിങ്സ് ഉണ്ട്, നമ്മുടെ കോളേജിൽ മാത്രമല്ല പലയിടത്തും പോസ്റ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം പോകണം.
അവരുടെ കൂടെ ഞങ്ങൾ ഔട്ടിങ്ങിന് പോകുമായിരുന്നു. അപ്പം അതൊന്നും എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു തടസ്സമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നോർത്ത് ഈസ്റ്റിൽ എവിടെയായിരുന്നു കറക്റ്റ്? ഞാൻ നാഗാലാൻഡിലെ ചുമുക്കടിമ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ മിഷൻ പ്രവർത്തനത്തിനും കൂടിയല്ലേ? അവിടെ ഒരു മിഷനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ അവിടെ മദ്യത്തിനും മയക്കുമരുന്നിനെല്ലാം അടിമകളായിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സെൻറ്റർ, ഷാലോം ഡി അഡിക്ഷൻ സെൻറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ മൂന്ന് വർഷം കഷ്ടി ഉണ്ടായിരുന്നുള്ളെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുകയും ഒരു പക്ഷേ കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ളതും അവിടെ നിന്നാണ്. അവിടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ മാത്രമായിരുന്നില്ല, ഞങ്ങളുടേതായ ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ ഉണ്ട്. അപ്പം അതിനോട് കണക്ട് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂറൽ വില്ലേജ് ക്യാമ്പുകളിലും ആഴ്ച 2 ദിവസം വെച്ച് പോകുമായിരുന്നു. അപ്പം എക്സ്പീരിയൻസുകളുടെ ഒരു കലവറ തന്നെ എനിക്ക് നാഗാലാൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ മയക്കുമരുന്നിന് അടിമകളായ, അതുപോലെ മദ്യത്തിന് അടിമകളായ, അഡിക്റ്റ് ആയിട്ടുള്ള സഹോദരങ്ങളുടെ ഒരു സെൻറ്ററിലാണ് വർക്ക് ചെയ്തത്. അപ്പം ആദ്യം ഞങ്ങൾ അവിടെയാണ് താമസിച്ചുകൊണ്ടാണ് നമ്മുടെ ബാക്കി പാലിയേറ്റീവ് കെയറും എല്ലാം ചെയ്തിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യം ഈ സെൻറ്ററിൽ പോകുമ്പോൾ. കാരണം വലിയ നല്ല തടിമാടൻ ആൾക്കാർ കുടിച്ചും ഒക്കെ വന്ന് ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അവരെ കാണുമ്പോൾ പേടിയാവും. കാരണം വളരെ നമുക്ക് തന്നെ ഒരു പേടിയാണല്ലോ, മദ്യപാനികൾ അല്ലെങ്കിൽ അഡിക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ടല്ലോ. പക്ഷേ അവരോട് കൂടുതൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മളെക്കാളെല്ലാം വളരെ സിമ്പിൾ സോൾസ് ആണ് അവർ. നമ്മളെക്കാളും ഒത്തിരി പാവങ്ങളാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമകളാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നത് എനിക്ക് മനസ്സിലായി. പിന്നെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചത് ഓരോ ദിവസവും എനിക്ക് എക്സ്പീരിയൻസുകളായിരുന്നു. ഓരോ ദിവസവും എനിക്ക് അനുഭവങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ